ഒടുവിൽ ധാരണയായി പി.വി. അൻവർ യു.ഡി.എഫിലേക്ക്. ഒപ്പം എൽ.ഡി.എഫിലെ 3 എം.എൽ.എമാരുമായി ചർച്ച നടത്തി. യു.ഡി.എഫ് പ്രവേശനം ലക്ഷ്യമിട്ട് സി.പി.എം ബി.ജെ.പി നേതാക്കളെ കൂടെ കൂട്ടാൻ പി.വി. അൻവറിന്റെ നീക്കം. യു.ഡി.എഫ് പ്രവേശനം സംബന്ധിച്ച പി.വി. അൻവറും കോൺഗ്രസും തമ്മിൽ ധാരണയായെന്നാണ് സൂചന. പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എൽ.ഡി.എഫിലെ 3 എം.എൽ.എമാരുമായി പി.വി. അൻവർ ചർച്ച നടത്തി. സംഘടന ശക്തിപ്പെടുത്തി യു.ഡി.എഫുമായി വിലപേശുകയാണ് അൻവറിന്റെ ലക്ഷ്യം. ഒരു യുവ സി.പി.എം എം.എൽ.എയായും അൻവർ സംസാരിച്ചിട്ടുണ്ട്. എൽ.ഡി.എഫിലെ ഘടകകക്ഷി നേതാവുമായും മുതിർന്ന ബി.ജെ.പി നേതാവുമായും അൻവർ ചർച്ച നടത്തി. കൂടുതൽ നേതാക്കളെ ഒപ്പം കൂട്ടി ശക്തി പ്രകടിപ്പിക്കാനുള്ള നീക്കമാണ് അൻവർ നടത്തുന്നത്. യു.ഡി.എഫ് പ്രവേശനത്തിന്റെ കളമൊരുങ്ങലാവും വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അൻവർ നടത്തുന്ന ജനകീയ യാത്രയെന്നാണ് സൂചന. ഇതിന്റെ ഭാഗമായാണ് അൻവറിന്റെ യാത്രയിൽ കോൺഗ്രസ് ഭാരവാഹികൾ പങ്കെടുക്കുന്നതെന്നാണ് വിവരം. നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് ഈ നീക്കമെന്നാണ് സൂചന. മാനന്തവാടിയിൽ നിന്നും വഴിക്കടവ് വരെയാണ് വനനിയമ ഭേദഗതി ബില്ലിനെതിരെ അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ് യാത്ര ഉദ്ഘാടനം ചെയ്തത്. E.T. മുഹമ്മദ് ബഷീർ MP ആണ് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ. ജനകീയ യാത്രയുടെ ഭാഗമായ സമ്മേളനങ്ങളിൽ സുൽത്താൻ ബത്തേരിയിൽ മുൻ DCC പ്രസിഡന്റും MLA-യുമായ IC ബാലകൃഷ്ണൻ, തിരുവമ്പാടിയിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ എന്നിവർ പങ്കെടുക്കും. ചാത്തല്ലൂരിൽ പങ്കെടുക്കുന്നത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടമാണ്. പ്രാദേശിക UDF നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്.